ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നൊരു ഈക്വലൈസറാണ്. പ്രീ ആംപ്ലിഫയറും കൂടി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു 20 ബാൻഡ് ഈക്വലൈസർ പ്ലസ് ഓഡിയോ സ്പെക്ട്രം കൂടി ഒന്നിച്ച് വരുന്ന ഒരു പ്രീ ആംപ്ലിഫയറാണ്. ആക്ച്വലി ഇതിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്നത് പവർ ആംപ്ലിഫയർ എന്നാണ്. ആക്ച്വലി ഇതിൽ പവർ ആംപ്ലിഫയർ വരുന്നില്ല, പ്രീ ആംപ്ലിഫയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ എന്തൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ യൂസർ മാനുവൽ ഒരു നല്ലൊരു ക്വാളിറ്റി റിമോട്ടും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 20 ബാൻഡ് ഈക്വലൈസറാണ്. ലെഫ്റ്റ് 10 ബാൻഡ്, റൈറ്റ് 10, അങ്ങനെ 20 ബാൻഡ് ഈക്വലൈസറാണ്. നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. ഇതിൽ നമുക്ക് സൈഡിൽ സ്പോഞ്ചി ടൈപ്പ് കവറിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിംഗ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ പുറത്തേക്ക് എടുക്കാം. ആക്ച്വലി 20 ബാൻഡ് ഈക്വലൈസർ വിത്ത് ഓഡിയോ സ്പെക്ട്രം അനലൈസറോട് കൂടി വരുന്നൊരു പ്രീ ആംപ്ലിഫയറാണ്. നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റം ആയിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇതിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ അല്ല. നെക്സ്റ്റ് മന്ത് ഐറ്റം പുതിയത് വരുന്നതാണ്. അപ്പോൾ നമുക്കിത് 20 ബാൻഡ് ഈക്വലൈസറാണ് ഇതിൽ വരുന്നത്. ലെഫ്റ്റ് 10 ബാൻഡ്, അതുപോലെ തന്നെ റൈറ്റ് 10 ബാൻഡ്, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓഡിയോ നമുക്ക് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സിഗ്നലിൻ്റെ ടോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഈക്വലൈസർ വെച്ചിട്ട്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇതിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഇതിൽ പുറകിൽ നമുക്ക് ഇൻപുട്ട് 2 ഡിജിറ്റൽ ഇൻപുട്ടും അതുപോലെ തന്നെ 3 അനലോഗ് ഇൻപുട്ടുമാണ് വരുന്നത്. ഇതിൽ പുറകിൽ നമുക്ക് ആൻറ്റിന കാണാം. ബ്ലൂടൂത്ത് ആൻറ്റിന നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ബ്ലൂടൂത്ത് ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇൻപുട്ടായിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ അതുപോലെ തന്നെ കോയാക്സിൽ വരുന്നുണ്ട്. അനലോഗ് ഇൻപുട്ടായിട്ട് DVD, CD, ഓക്സ്, അങ്ങനെ 3 ഇൻപുട്ട്. ഔട്ട്പുട്ട് നമുക്ക് AB എന്നുള്ള രീതിയിൽ 2 ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു പെയർ സബ്വൂഫറിലേക്കും ഒരു പെയർ പവർ ആംപ്ലിഫയറിലേക്കും അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സബ്വൂഫർ ആംപ്ലിഫയറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് ആൻറ്റിന നല്ല റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ബ്ലൂടൂത്ത് ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രോഗ്രാമുകൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടിൽ സ്റ്റുഡിയോ ഉള്ളവർക്കും സ്റ്റുഡിയോ പർപ്പസിനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൺബക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇത് ഈ ഒരു മോഡൽ ഇറക്കിയത്. ഓഡിയോക്സ് ആണ് ഇത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് നോക്കിയാൽ ഹലോ എന്ന് പറയുന്ന ഇൻഡിക്കേഷനോടെയാണ് വരുന്നത്. ഇപ്പോൾ ബ്ലൂടൂത്താണ് ഓൺ ആയിരിക്കുന്നത്. ബ്ലൂടൂത്ത് നെക്സ്റ്റ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് CD, DVD, ഓക്സ്, അങ്ങനെ അനലോഗ് ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് 4 സ്വിച്ച് വരുന്നത്. ഒന്ന് നമുക്ക് പാറ്റേൺ, അതായത് സ്പെക്ട്രം അനലൈസറിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഒപ്റ്റിക്കൽ കോയാക്സൽ ഡിജിറ്റൽ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുമാണ് വരുന്നത്. പിന്നീട് നമുക്ക് താഴെ നെക്സ്റ്റ്, പ്രീവിയസ്, പോസ്, അതുപോലെ തന്നെ റിപ്പീറ്റ്, അങ്ങനെയുള്ള 4 സ്വിച്ചും താഴെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു റിമോട്ടും കൂടെ വരുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം നല്ല ക്വാളിറ്റി വർക്കിംഗ് ആണ്. 20 ബാൻഡ് ഈക്വലൈസർ പ്ലസ് ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി, കോയാക്സൽ കണക്ടിവിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെക്ട്രം അനലൈസർ വരുന്നുണ്ട്. ഗ്രീൻ ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും USB ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിലുണ്ട്. ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് വീട്ടിൽ ഓൾറെഡി ആംപ്ലിഫയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രീ ആംപ്ലിഫയർ നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെന്ന് വെച്ചാൽ പ്രീ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ സ്മാർട്ട് TV എന്നൊക്കെയുള്ള ഇൻപുട്ട്, ഡിജിറ്റൽ ഇൻപുട്ട്, ഒപ്റ്റിക്കലൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നിങ്ങളുടെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ സ്പെക്ട്രം ലെവൽ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ ഈക്വലൈസറും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടോൺ കൺട്രോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ഉണ്ട്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറിനെ ഓൺലി സ്പെക്ട്രം അനലൈസർ മാത്രമായി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അതായത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഓക്സ് അല്ലെങ്കിൽ CD ഇൻപുട്ടിൽ, അനലോഗ് ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക്ട്രം അനലൈസർ യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഡിഫറെൻറ്റ് പാറ്റേണുകൾ വരുന്നുണ്ട് സ്പെക്ട്രം അനലൈസറിൽ. നമുക്കത് നോക്കാം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിലും നെക്സ്റ്റ് മന്തോട് കൂടിയ പുതിയ ലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാ ലോട്ടും പെട്ടെന്ന് സെയിലായി. അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്തൊന്നും വീഡിയോ എടുത്തിടാനും പറ്റിയില്ല. അപ്പോൾ പിന്നീടാണ് ഞാൻ സിംഗിൾ പീസ് എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം. അപ്പോൾ അത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമുക്ക് ഒരു USB കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ്. നിങ്ങൾക്ക് ഇതൊരു പാറ്റേൺ ആണ്. ഇതുപോലെ ഒരുപാട് പാറ്റേണുകൾ ഇതിൽ വരുന്നുണ്ട്.
നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഈ സ്പെക്ട്രം അനലൈസറായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ആംപ്ലിഫയർ. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട്, പാറ്റേണുകൾ ഇതിൽ ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീ ആംപ്ലിഫയറുകൾക്കൊക്കെ സ്പീക്കർ സിസ്റ്റത്തിനൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രീ ആംപ്ലിഫയർ നിങ്ങൾക്ക് നല്ലൊരു ഈക്വലൈസർ, സ്പെക്ട്രം അനലൈസറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു യൂസർ മാനുവൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്ഷൻസുകൾ കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ആംപ്ലിഫയറുകൾ, സ്പീക്കർ സിസ്റ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നല്ലൊരു പ്രീ ആംപ്ലിഫയർ ആണ്. ഇതിപ്പോൾ നെക്സ്റ്റ് ലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.